കൊല്ലം അഞ്ചൽ ഒഴുകുപാറയ്ക്കലിൽ താഴ്ചയിലേക്ക് മറിഞ്ഞ് കാറ് തീപിടിച്ച ഒരാൾ മരിച്ചുവെന്ന വാർത്ത നേരത്തെ പറഞ്ഞു. ഇത് മരിച്ച ആൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒഴുകുപാറയിലെ റോബിൻസൺ ആണ് മരിച്ചത്. എറണാകുളം ഇൻഫോ പാർക്ക് ജീവനക്കാരനാണ് അദ്ദേഹം. അരുൺരാജ് കൊല്ലത്ത് നിന്ന് വീണ്ടും ചേരുന്നു. അരുൺരാജ്, കൂടുതൽ വിശദാംശങ്ങൾ ലഭിച്ചോ? ഏത് സാഹചര്യത്തിലാണ് ഈ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞത്, കാർ കത്തിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ? SK അപകടത്തിന്റെ കാരണം വ്യക്തമല്ല. ഇന്ന് റോബിൻസന്റെ കുടുംബം അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെത്തുകയും തന്റെ മകനെ കാണാനില്ലെന്ന് റോബിൻസന്റെ മാതാപിതാക്കളും ഭാര്യയും അടക്കം പരാതി നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇക്കാര്യത്തിൽ ഇന്ന് നടന്ന അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത്. ഇതിൽ വാഹനത്തിന്റെ നമ്പർ കൂടി ട്രേസ് ചെയ്തോടെയാണ് മരിച്ചത് റോബിൻസൺ ആണെന്ന് ഇപ്പോൾ പോലീസ് തിരിച്ചറിഞ്ഞത്. ഇന്നലെ രാത്രി 9:30 വരെ ഭാര്യയുമായി ഫോണിൽ ഇയാൾ വിളിച്ചിരുന്നു എന്നും പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഇന്നലെ വീട്ടിൽ നിന്ന് വൈകുന്നേരം 6:30 സിനിമയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് റോബിൻസൺ ഇറങ്ങുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ അപകടം നടന്നതിന് തൊട്ട് മുകളിലായി മദ്യപിച്ചതിന്റെയും അതുപോലെ തന്നെ ചില ദുരൂഹ സാധ്യതയുള്ള തെളിവുകൾ കൂടി പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ആരംഭിക്കും എന്നുള്ളതാണ് അഞ്ചൽ പോലീസ് വ്യക്തമാക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഈ താഴ്ചയിലേക്ക് മറിച്ച ഉടൻ തന്നെ കാർ കത്താനിടയായ സാഹചര്യം, അതിലാണ് ഇനി വിശദമായ പരിശോധന പോലീസ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടെങ്കിൽ വിശദമായ അന്വേഷണം ഉണ്ടാകും എന്ന കാര്യത്തിലും അഞ്ചൽ പോലീസ് ഇപ്പോൾ ഉറപ്പ് നൽകുന്നുണ്ട്. ഓക്കെ, അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. മരിച്ചത് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ജീവനക്കാരനാണെന്ന് മനസ്സിലാകുന്നു. ഒഴുകുപാറയ്ക്കൽ നിന്ന് താഴ്ചയിലേക്ക് മറിഞ്ഞ കാറാണ് തീപിടിച്ച് ഈ ഒഴുകുപാറ സ്വദേശി റോബിൻസൺ മരിച്ചത്. എന്തായാലും സങ്കടകരമായ കാര്യമാണ്. എങ്ങനെയാണ് ഈ കാറ് മറിയാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് മാത്രം വ്യക്തമായിട്ടില്ല.